ഇന്നിപ്പോൾ നമുക്ക് ഗപ്പിയെ കുറിച്ച് നോക്കാം. ഗപ്പിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം എല്ലാവർക്കും ഗപ്പിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ അത് ശരിയായ ഒരു ധാരണയല്ല. കുറച്ചു പേർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. പലർക്കും തെറ്റായിട്ടുള്ള പല ധാരണകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്കഷൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മൾ ഇനി വരുന്ന 2-3 വീഡിയോകളിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗപ്പിയെ കുറിച്ച്, ഗപ്പിയുടെ ചരിത്രം ഒരുപാടുണ്ട്. എന്നിരുന്നാലും നമ്മൾ സാധാരണ വൈൽഡ് വെറൈറ്റി ഗപ്പീസ് ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ട്. ഈ ഗപ്പീസിന് ഒരു 1 മില്യൺ ഫിഷ് എന്ന് പറയുന്ന കാറ്റഗറി അത്രത്തോളം വെറൈറ്റി അതിനകത്തുണ്ട്. ഈ സ്ട്രെയിന് ഇന്ത്യൻ ബ്രീഡ് അല്ല എന്നുള്ളത് പോലും പലർക്കും അറിയാത്ത കാര്യമാണ്. ചിലവര് വരുമ്പോൾ പറയാറുണ്ട്, അയ്യോ ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ട് എന്റെ തൊടിയിലും ബാക്കിയുള്ള എല്ലാം കണ്ടിട്ടുള്ള വെറൈറ്റിയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് വൈൽഡ് ഗപ്പിയാണ്. ഓക്കെ, ഗപ്പിക്കൊക്കെ ഇത്രയും വിലയോ? ഇപ്പൊ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസിന് ഞാൻ പറഞ്ഞില്ല, 1 മില്യൺ ഫിഷ് എന്ന് പറയുമ്പോൾ ₹1 മുതൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരുന്ന ഗപ്പീസ് ഇന്നിപ്പോ വേൾഡ് വൈഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന മീൻസ് രാജ്യം തൊട്ട് ഷിപ്പ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രീഡേഴ്സ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗപ്പി എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, ലൈവ് ബേഴ്സ് ആണ്, പ്രസവിക്കുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇതിന്റെ ബ്രീഡിങ്, റയറിങ്, അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമ്മൾ ഓരോരോ വീഡിയോകളിലായിട്ട് നോക്കി പോകുന്നത്. അധികം ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.